ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1. എഫ്രായിം മലനാട്ടിലെ റാമാത്തയിമിൽ ഉണ്ടായിരുന്ന സൂഫ് വംശജനായ ആൾ ആരായിരുന്നു? ആൻസർ എൽക്കാന. 1-1. 2. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാമായിരുന്നു? ഉത്തരം ഹന്നായും പെനീനായും. 1-2. 3. എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കളില്ലാതെ ഇരുന്നത് ആർക്കാണ്? ഉത്തരം ഹന്നായ്ക്ക്. 1-2. 4. എൽക്കാന വർഷം തോറും കർത്താവിനെ ആരാധിക്കുന്നതിനും ബലി അർപ്പിക്കുന്നതിനുമായി എവിടേക്കാണ് പോയിരുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. 1-3. 5. ഷീലോയിലെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ആരെല്ലാം ആയിരുന്നു? ആൻസർ ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും. 1-6. ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന ഹന്നായ്ക്ക് ഓഹരി നൽകിയിരുന്നത് എപ്രകാരമാണ്? ഉത്തരം ഒരു അംശം മാത്രം. 1-5. 7. ഹന്നായ്ക്ക് ഒരു അംശം മാത്രം ഓഹരി നൽകാൻ ഉണ്ടായ കാരണം എന്താണ്? ഉത്തരം അവളെ കർത്താവ് വന്ധ്യയാക്കിയിരുന്നതുകൊണ്ട്. 1-5. 8. ഹന്നായെ വേദനിപ്പിച്ചിരുന്നത് ആരായിരുന്നു? ആൻസർ അവളുടെ സപത്നി പെനീന. 1-6. 9. ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഉത്തരം ഹന്ന, നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുരുഷന്മാരിലും ഉപരിയല്ലേ? 10. ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചത് എവിടെ വെച്ചാണ്? ആൻസർ ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ. 1-10. 11. തനിക്ക് ഒരു പുത്രനെ നൽകിയാൽ അവനെ എന്ത് ചെയ്യാം എന്നാണ് ഹന്ന കർത്താവിന് നേർച്ച നേർന്നത്? ആൻസർ പുത്രൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. 1-11. 12. ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ഏത് ഭാഗമാണ് ചലിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം അധരങ്ങൾ. 1-13. 13. ഹന്ന പ്രാർത്ഥിക്കുന്നത് കണ്ട ഏലിക്ക് അവളെക്കുറിച്ച് തോന്നിയത് എന്താണ്? ആൻസർ അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. 1-13. 14. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് ഏലി പറഞ്ഞപ്പോൾ ഹന്നായുടെ മറുപടി എന്തായിരുന്നു? ആൻസർ എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി പാനീയമോ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. 1-15. ഈ ദാസിയെ എപ്രകാരം വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ആൻസർ അധപ്പതിച്ച ഒരുവളായിട്ട്. 1-14. 16-ാമത്തെ ചോദ്യം. ഹന്നായുടെ മറുപടി കേട്ട ഏലി അവൾക്ക് കൊടുത്ത അനുഗ്രഹം എന്തായിരുന്നു? ആൻസർ സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. 1-17. 17. ഏലിയുടെ വാക്കുകൾ കേട്ട ഹന്നായ്ക്ക് ഉണ്ടായ മനോഭാവം എന്തായിരുന്നു? ആൻസർ പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. 1-18. 18. എൽക്കാനയും കുടുംബവും എവിടേക്കാണ് മടങ്ങിപ്പോയത്? ആൻസർ റാമായിലുള്ള അവരുടെ ഗൃഹത്തിലേക്ക്. 1-19. 19. കർത്താവ് ഹന്നായെ അനുസ്മരിക്കുകയും ഒരു പുത്രനെ നൽകുകയും ചെയ്തപ്പോൾ അവൾ അവന് എന്താണ് പേരിട്ടത്? ആൻസർ സാമുവേൽ. 1-20. 20. സാമുവേൽ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ആൻസർ ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. 1-20. 21. സാമുവേൽ ജനിച്ച ശേഷം അടുത്ത ബലിയർപ്പണത്തിനായി പോയപ്പോൾ എൽക്കാനയോട് ഹന്ന പറഞ്ഞത് എന്ത്? ആൻസർ
കുഞ്ഞിൻ്റെ മുലകുടി മാറുമ്പോൾ അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിപ്പിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിനായി കൊണ്ടുവന്നുകൊള്ളാം. 1:22 ഹന്നായുടെ തീരുമാനത്തോടുള്ള എൽക്കാനയുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം: നിന്റെ യുക്തം പോലെ ചെയ്തുകൊള്ളുക. 1:23. 23-ാമത്തെ ചോദ്യം: ഹന്ന സാമുവേലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയത് എന്തെല്ലാം കാഴ്ചവസ്തുക്കളോടുകൂടെയാണ്? ഉത്തരം: 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയോടുകൂടി. 1:24. 24 കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം സാമുവേലിനെ എവിടേക്കാണ് കൊണ്ടുവന്നത്? ആൻസർ: ഏലിയുടെ അടുത്തേക്ക്. 1:25. 25-ാമത്തെ ചോദ്യം: താൻ നേർച്ച നേർന്ന മകനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഹന്ന ഏലിയോട് പറഞ്ഞത് എപ്രകാരമാണ്? ആൻസർ: ഗുരോ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 1:26, 27. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായ ഈ 25 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ നല്ലോണം പഠിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.